പക്ഷെ അതിൽ നമ്മളുടെ പേര് പറയാനില്ല, ഇവിടെ തന്നെ ഒരു റൂളിംഗ് പാർട്ടിയുടെ ഒരു MP അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞ ആൾ ഇത് ഒതുക്കിയുണ്ട്. പുള്ളി പറയുകയും ചെയ്തു ഇതിൽ. പുള്ളി കുറച്ച് മണ്ടത്തരം ഉണ്ടായതുകൊണ്ടാണ് പറയണം. പുള്ളി പറയുന്നത് ഇത് പേടിക്കേണ്ട ഒന്നും വരുന്നില്ല, ദോഷം ഉണ്ടാവില്ല, പേടിക്കണ്ട. അപ്പം എന്തുകൊണ്ടെന്നാണ് അർത്ഥം. പക്ഷേ ഇതിലിപ്പോൾ ആൾക്കാർക്ക് അറിയാം, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ആൾക്കറിയാം, ആരൊക്കെയാണ് ആ വ്യക്തികളെന്നും ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇതിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നടക്കുന്നു, മ്യൂച്വൽ കോൺസെൻറ്റോടെ നടക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം നോക്കിയാൽ സിനിമാക്കാരാണ്, അവരെപ്പോഴും അവർ ഫാമിലിയോടൊപ്പം ഇല്ല, അവരിപ്പോഴും യാത്രയിൽ പല ലൊക്കേഷനാണ്. അപ്പോൾ അവർ ഒരു പരിധിക്ക് നമുക്ക് കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞാൽ ചില ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട്, ഫോഴ്സ്ഫുള്ളായി ചെയ്യുന്നത് ശരിയല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. കുറച്ച് ലൈംഗികത കൂടുതൽ ആൾക്കാർ പറയും കോഴിയാണ് പറയും, ഇല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗം എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഹോർമോണൽ പ്രോബ്ലമാണ്, ഹോർമോണൽ വേരിയേഷനാണ്. അതിനെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വീക്ക്നെസ്സാണ്. ബൈബിളിൽ പറയേണ്ടി ഹോമോസെക്ഷൽ ആൾക്കാരെ ദൈവം കൊന്നുകളഞ്ഞു. ഈ ഹോമോസെക്ഷൽ ആൾക്കാർ കുറ്റം പറഞ്ഞില്ല, അവരെ ഇവിടുത്തെ സ്ഥലത്ത് ഭയങ്കര ഇൽട്രീറ്റ്മെന്റ്, വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര പ്രൊമോഷനാണ്. ഇത് രണ്ടും അല്ല വേണ്ടത്, പ്രൊമോഷനും അല്ല, ഇൽട്രീറ്റ്മെന്റും അല്ല. എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷൽ കുറച്ച് ഒരു നോർമലായി തോന്നുന്നില്ല. അവരെ ഹെറ്ററോസെക്ഷൽ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. LGBT പറഞ്ഞാൽ മനുഷ്യരോഗമല്ല, അത് ഹോർമോണലാണ്. പക്ഷേ ഈ പീഡോഫൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ചെറിയ പിള്ളേരാ, അത് ഒന്നെങ്കിൽ അവർ ഡ്രഗ്സ് ആൽക്കഹോൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ അതൊരു അബ്നോർമാലിറ്റിയാണ്. ഈ പല ക്രിമിനൽസ് പറഞ്ഞ ആൾക്കാർ തന്നെ അബ്നോർമലാണ്. അവരെ ഈ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, അവർക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത്. മലയാള സിനിമയെ നെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ആരും പേര് പറയാനില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിചാരിച്ച് WCC കാരണമാണ് പുറത്തു വന്നത്, അവർ കാരണമാണ് തുടങ്ങിയതും വരാനും കാരണം. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിപ്പോൾ വന്നിരിക്കുന്ന ജനറലായിട്ട് വന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ പലരുടെ പേരുകൾ വന്നിട്ടില്ല. അതല്ല ഇനി വല്ല റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് വഴിയെല്ലാം വരുമെന്ന് അറിയില്ല. പക്ഷെ അതിൽ നമ്മളുടെ പേര് പറയാനില്ല, ഇവിടെ തന്നെ ഒരു റൂളിംഗ് പാർട്ടിയുടെ ഒരു MP അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞ ആൾ ഇത് ഒതുക്കിയുണ്ട്. പുള്ളി പറയുകയും ചെയ്തു ഇതിൽ. പുള്ളി കുറച്ച് മണ്ടത്തരം ഉണ്ടായതുകൊണ്ടാണ് പറയണം. പുള്ളി പറയുന്നത് ഇത് പേടിക്കേണ്ട ഒന്നും വരുന്നില്ല, ദോഷം ഉണ്ടാവില്ല, പേടിക്കണ്ട. അപ്പം എന്തുകൊണ്ടെന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ കുറേ കളിയിൽ നടന്നു. പിന്നെ രഞ്ജിനി പറഞ്ഞ ആൾ ഇതിന് എഗെയിൻസ്റ്റ് പോകാൻ കാരണം ശരിക്കും അവരെതിരായതുകൊണ്ടല്ല. കാരണം ഇതിൽ ഇവരെ സ്വകാര്യത ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് പബ്ലിഷ് ചെയ്യണം പറയാം. അത് അവർ തെറ്റിദ്ധരിച്ചു ആൾക്കാർ. പക്ഷേ ഇതിലിപ്പോൾ ആൾക്കാർക്ക് അറിയാം, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ആൾക്കറിയാം, ആരൊക്കെയാണ് ആ വ്യക്തികളെന്നും ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഈ രഞ്ജിനി ആണെങ്കിലും പറഞ്ഞിരുന്നല്ലോ, ആള് ഇങ്ങനെ സിനിമ നിർത്താൻ കാരണം ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് പണ്ടുപോലെ ഈ പറയുന്ന സംഭവം പണ്ടുപോലെ ഉള്ളതാണ് മലയാളം സിനിമയിൽ. അത് KG ജോർജ് എല്ലാവരും പണ്ടുപോലെ ഉള്ളതാണ്. പക്ഷേ ഇതിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നടക്കുന്നു, മ്യൂച്വൽ കോൺസെൻറ്റോടെ നടക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം നോക്കിയാൽ സിനിമാക്കാരാണ്, അവരെപ്പോഴും അവർ ഫാമിലിയോടൊപ്പം ഇല്ല, അവരിപ്പോഴും യാത്രയിൽ പല ലൊക്കേഷനാണ്. അപ്പോൾ അവർ ഒരു പരിധിക്ക് നമുക്ക് കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞാൽ ചില ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട്, ഫോഴ്സ്ഫുള്ളായി ചെയ്യുന്നത് ശരിയല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ ഈ കുറച്ച് ലൈംഗികത കൂടുതൽ ആൾക്കാർ പറയും കോഴിയാണ് പറയും, ഇല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗം എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഹോർമോണൽ പ്രോബ്ലമാണ്, ഹോർമോണൽ വേരിയേഷനാണ്. അതിനെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വീക്ക്നെസ്സാണ്. അതിന് അവർക്കുള്ള സൊല്യൂഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത്. പക്ഷേ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റേപ്പ് അങ്ങനത്തെ കാര്യം ഒരിക്കലും ശരിയല്ല. ഇങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല അവർ ഉന്നയിക്കുന്നത്, ഈ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ഫീൽഡ് പോലെ ഇതിൽ പുരുഷാധിപത്യവും ഉണ്ട്. സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമോ ഒന്നുമില്ല, പിന്നെ കടന്നുറങ്ങുമ്പോൾ രാത്രി വന്ന് മുട്ടുക, ഇവരെ നിർബന്ധിക്കുകയാണ്. അത് ഒട്ടും ശരിയല്ല. ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യുന്നില്ല. ലൈംഗിക രാജ്യത്വം സിനിമാ ഫീൽഡിൽ നന്നായിട്ടുണ്ട്. അത് പന്തുകൂടിലുള്ളതാണ്, എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ട്.
പക്ഷേ ഇതിന് സൊല്യൂഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ നടിമാർ തുറന്നു പറയണം ഇതാരാണ് ഇവർ അപ്രോച്ച് ചെയ്തത്. അത് അവർ പറയാത്ത കാരണം ഒരു കാര്യം പറഞ്ഞാൽ ഇവർക്കല്ല ഈ പറയുന്ന നടന്മാർക്കല്ല വലിയ ഗുണ്ടാ സംഘവും മറ്റിലുണ്ട്, അവരുടെ ജീവനെ തന്നെ ഭീഷണിയുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ജീവിച്ച ഇങ്ങനത്തെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ വളരെ കുറവാണ്, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മിക്കവാറും ഇതിൽ ലൈംഗിക അരാജകത്വം സിനിമ ഫീൽഡിലുണ്ട്. അത് പണ്ടുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഈ റിപ്പോർട്ട് വന്നപ്പോൾ വേറെ പറഞ്ഞ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഒരു മലയാളത്തിലെ നടി തന്നെയാണ് ഈ WCCക്ക് തുടക്കം കുറിച്ചിട്ട് പിന്നീട് അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ കരിയറിനെ ബാധിക്കാൻ വേണ്ടി ഇവരുടെ മാറി നടന്നു. ആ പറയുന്ന നടി ഒന്നും തുറന്നു പറയാറില്ല, വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കളി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ടൊന്നും വന്നിട്ടില്ല, ഇതിന് റൈറ്റ് ഇൻഫർമേഷനിൽ വരുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ദുരനുഭവം അത് മാത്രമല്ല അവിടെ എൻ്റെ ഈ നടിയെ ആക്രമിച്ച കേസ് ഒറ്റപ്പെട്ട സമയം ഇത് മുമ്പ് ഇതുപോലെ വല്ലതും ഉണ്ടായിട്ടുണ്ട്. എത്രയോ നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പണ്ട്, എത്രയോ നടിമാരുടെ ജീവൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ശോഭ ആക്ട്രസ് ആത്മഹത്യ ചെയ്തിട്ട് സിനിമാക്കാരനെ സപ്പോർട്ട് ചെയ്തത് ബാലുമേന്ദ്ര പറഞ്ഞ ആളെയാണ്. ആ ആളെ ഇപ്പോൾ ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് അങ്ങനെ ഒരുപാട് സിനിമകളിൽ തന്നെ കാണിക്കുന്ന സിനിമാ ഫീൽഡ് വളരെ മോശമായിട്ടാണ്. ഈ ആണെങ്കിലും പെണ്ണുങ്ങളും വരുന്ന എല്ലാ ഫീൽഡിലും ഇതുണ്ട്, പക്ഷെ ഇവിടെ അത് കുറച്ച് കൂടുതലാണ്. അതിനൊരു കാരണം ഇവർ വളരെ ഫ്രീ മൈൻഡാണ്. ഇവർക്ക് എപ്പോഴും കുറേ ഫ്രീ ടൈം ഉണ്ട്. ഫ്രീ ടൈം വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. കള്ളും പെണ്ണും, കള്ള് പെണ്ണ് ഡ്രഗ്സ് ചതി, ഇത് നാലൊരു ഫീൽഡാണ്. അപ്പോൾ ഈ തുറന്ന് പറയാമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്, അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ഒരാളെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും സമൂഹം നമ്മൾ ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. അപ്പൊ അത് പേടിച്ചിട്ടായിരിക്കും മിക്കവരും ഇങ്ങനെ തുറന്നു പറയാൻ പഠിക്കുന്നത്. പഴയ നടിമാരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഇതിന് വഴങ്ങി കൊടുത്തത്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് നിവൃത്തിയില്ല. ഇപ്പോഴത്തെ നടിമാരെ തുറന്നു പറയാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്താ ചോദ്യം എന്താണ്? ഞാൻ ചോദിച്ചത് ഈ തുറന്നു പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ തുറന്നു പറയുമ്പോൾ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒതുക്കും, ഫീൽഡിൽ ഒതുക്കും. ഇതിനെല്ലാം വഴങ്ങുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പൊങ്ങി വരുന്നത്. വഴങ്ങാത്ത ആൾക്കാർ ഇപ്പോൾ WCC തന്നെ പാർവതി തിരുവോത്തല 1.5 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നു. അവരുടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ കരിയറിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, പിന്നെ ഫാൻസുകാരും സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാരും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലൈഫ് ടെറ്ററിലുണ്ട്. അത് പാർവതി തിരുവോത്തല ഇന്റർവ്യൂവിൽ പറഞ്ഞു. എല്ലാവരും പറയും ഭയങ്കര ധൈര്യമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ ധൈര്യമില്ല, കാരണം ലൈഫ് ടെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വഴങ്ങാത്ത ആൾക്കാർ വഴങ്ങുന്ന ആൾക്കാർക്ക് നല്ലത് കിട്ടുന്നു അങ്ങനെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ സിനിമ ഫീൽഡിൽ അങ്ങനൊന്നും ചെയ്യാതെ നല്ല കഴിവുകൊണ്ട് വന്നവരെയും ആ ഒരു കൂട്ടത്തിലേക്ക് ആവി പോകുന്ന ഒരു അവസ്ഥ വരുമല്ലേ? ഇത് വഴങ്ങാതെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്നും ചെയ്ത കഴിവ് സ്ട്രഗിൾ ചെയ്ത് വരുന്നവരെയും ആ ഒരു കൂട്ടത്തിൽ പെടുത്തേണ്ട അവസ്ഥ ആവില്ലേ? ഇങ്ങനൊരു രീതിയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് എല്ലാവരും ഒന്നും ഇങ്ങനെയല്ല. അതിപ്പോ നടന്മാരായാലും ആരും എല്ലാവരും ഇങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒതുക്കിക്കളി അവര് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സിൽക്ക് സ്മിത നടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന കാര്യം കാട്ടി എത്രയോ മോശം കാര്യം ക്യാമറയ്ക്ക് പിന്നിൽ നടക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ പോലും നിങ്ങൾ കാണില്ലോ. ഒരുപാട് സ്ത്രീകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് പിന്നെ അവർ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ സാലറി അതിൽ വരുന്ന ഡിഫറൻസ്. അത് സ്റ്റാർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ നയൻതാര ആസിഫ് അലി ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ നയൻതാരയ്ക്ക് കേൾക്കും അവിടെ മാർക്കറ്റ് വാല്യൂ എക്സ്പീരിയൻസ് അതൊക്കെയാണ്. പക്ഷെ പലരും പറയുന്നത് എല്ലാവർക്കും തുല്യ വേതന കൊടുക്കണം. തുല്യ വേതന നടക്കില്ല, കാരണം അവിടെ ജെൻഡർ അല്ല, മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പം നടന്മാരെക്കാട്ടും ഞാൻ പറഞ്ഞില്ല ആസിഫ് അലി നയൻതാരയ്ക്കാണ് മാർക്കറ്റ് കൂടുതൽ, നയൻതാരയ്ക്കാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യരും സണ്ണി മീനും അഭിനയിച്ചാൽ മഞ്ജു വാര്യനായിരിക്കും കൂടുതൽ. അത് മാർക്കറ്റ് വാല്യൂ ആണ്, അവിടെ ജെൻഡർ ഇല്ല. ഈ റോൾസ് കിട്ടുന്നതിനെ പറ്റിയിട്ടോ ഇവര് പറയുന്നത് ഇപ്പൊ ഈവൻ അവന്റെ അമ്മമാര് പോലും വഴങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ നടക്കാം. ഈ ഭയങ്കര പ്രശ്നമാണ് ഇത്. ഈ കാസ്റ്റിംഗ് കൗച്ചിന് വലിയ പ്രോബ്ലമാണ്. പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഫേക്ക് കാസ്റ്റിംഗ് കോൾസ് വെച്ചിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ കുറെ ചതിയുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ടോവിനോല് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാശ് വാങ്ങിക്കും, ചിലപ്പോൾ കാശ് വാങ്ങിച്ചിട്ട് അഭിനയിക്കാം. ഇങ്ങനെ ഒരുപാട് ഫ്രോഡുകളുള്ള ഫീൽഡാണ് സിനിമ ഫീൽഡ്. എല്ലാ ഫീൽഡിലും അല്ല, ഇവിടെ കുറച്ച് കൂടുതലാണ്. ഇപ്പോ ഈ ഒരു മാംസ കച്ചവടമാണ് നടക്കുന്നത് ആക്ച്വലി. അല്ല, ഞാൻ പിന്നെ ചോദിക്കാൻ കാരണം ഇപ്പൊ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഈ
വിമൻ എന്ന ആ ഗ്രൂപ്പ് അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ കൂടുതലും പറഞ്ഞത്. അപ്പൊ ഈ മെൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനും ഇതേപോലെ പല പല ദുരനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുന്നു. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം അത് ഇപ്പൊ ഫെമിനിസ്റ്റ് എടുത്തപ്പോ ഈ മിക്ക ആൾക്കാർ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമേ ബാധിക്കുള്ളൂ. ആണുങ്ങൾ ഇപ്പൊ മേരി വോൾസ്റ്റൻക്രാഫ്റ്റ് ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫർ ഉണ്ട്. അവര് ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേരും റൈറ്റിനോട് ബാധിക്കുന്നു. ഫെമിനിസം പറയുമ്പോൾ അവർ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമേ ബാധിക്കുള്ളൂ. ഇല്ല ആണുങ്ങളും കുറെ സഫർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അവര് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് റോൾസ് കിട്ടുന്നത്. ഇപ്പൊ ഈ റീസെന്റ് വന്ന സിനിമകളിലും ആണുങ്ങളെ കാര്യം പറയുമ്പോൾ അവര് ചിലപ്പോ ആൾക്കാരെ മണി അടിക്കാത്തവരുണ്ടാവും, ആൾക്കാരെ സോപ്പ് അടിക്കാത്തവരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടുന്നുണ്ടാവില്ല, റോൾസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ എന്താ പറയാ ചില ഗ്രൂപ്പിന് മാത്രം ബെനിഫിറ്റ് ആവുന്നു, ചിലവർക്ക് ബെനിഫിറ്റ് അങ്ങനെ സിറ്റുവേഷൻസും ഇപ്പൊ ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവർക്ക് മാത്രം ബെനിഫിറ്റ്, അല്ലാതെ എതിർക്കുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് അല്ല. അങ്ങനത്തെ കൊടുക്കുന്നവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ആണുങ്ങൾക്കും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഒരു കാര്യം പറയാം, ഈ പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അറിയില്ല, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കയറാൻ എളുപ്പമാണ്. പക്ഷെ ആണുങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് തെളിയിക്കാൻ. പക്ഷെ എന്നാലും അതെങ്ങനെ പറഞ്ഞതിനൊരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ മിക്ക നടിമാരും അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് വലിയ ആൾക്കാരാവുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ മാറിക്കൊള്ളുള്ളൂ. അല്ല എന്നാലും നമുക്ക് അങ്ങനെ അത് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പോ കഴിവുകൊണ്ട് വരുന്നവരെയും അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാവില്ല ഇങ്ങനെ ഒരു കാര്യം പറയും. ഇപ്പൊ ഇവര് പറയുന്ന വേറെ പല കാര്യമുണ്ട്. അതായത് അഭിനയം മാത്രമല്ല, ഇവർ അഭിനയിച്ചോണ്ട് ഒരു സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവര് വേറെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട് പല ആൾക്കാർ. ഇതിനെക്കാട്ടും കൂടുതൽ കാശിലാക്കണം ഈ നടിമാരെന്നെ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ ഇതിലെന്തെങ്കിലും നമുക്ക് തെളിവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പൊ ഞാൻ തെളിവില്ല, പക്ഷെ ഇതിനുള്ള മൊഴിയെല്ലാം ഇതന്നെ അതൊന്നും പുറത്തു വന്നിട്ടില്ല, മാറ്റിയില്ല, മൊഴിയും തെളിവെല്ലാം ഉണ്ട്. ഇങ്ങനെ പല പലരും നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ എടുത്തു ചോദിച്ചത് അതാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സന്തോഷം മാത്രല്ല പലവരും ഇങ്ങനെ ഇപ്പൊ വഴങ്ങി കൊടുത്തിട്ടാണ്, അല്ലാത്ത അങ്ങനത്തെ രീതിയിൽ പറയുമ്പോ പാർവതി തിരുവോത്തിന് എത്ര സ്ട്രഗിൾ ചെയ്തു. അവർ ഈ WCC വേണ്ടി നിന്നപ്പോ 1.5 വർഷം അവർ ചാൻസ് കിട്ടിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ അത് WCCക്ക് വേണ്ടി നിന്നോണ്ട് എന്നുള്ള രീതിയിൽ വന്നു. അല്ലാതെ നല്ല കഴിവോടെ വരുന്ന ആൾക്കാരും ഇങ്ങനെ വഴങ്ങി കൊടുത്തിട്ടാന്നുള്ള രീതിയിൽ പുറത്തോട്ട് വരില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല അഭിനയ കഴിവുള്ള ആൾക്കാർ എന്താണ് നല്ല അഭിനയിച്ച് സ്വന്തം കഴിവോടെ മുന്നോട്ട് വന്ന ആൾക്കാരും ഈ ഒരു അവരും ഇതേപോലെയാണെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ് പറയാൻ പറ്റില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തം കഴിവ് തെളിയിച്ച് വന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു, ഇങ്ങനെ പലരും വരുമ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടൈപ്പ് കാസ്റ്റ് ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും ഒരുപാട് ക്രിറ്റിസിസംസോ അങ്ങനെ ഒരുപാട് നടന്മാരുടെ കേസ് എടുത്താലും അതിലും വളരെ ഡീസന്റ് ആൾക്കാരുണ്ട്. നടിമാരിലും ഉണ്ട്. ഈ പേര് വെളിപ്പെടുത്താത്തോണ്ടും എല്ലാം മുഴുവൻ മലയാള സിനിമ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എല്ലാവരും മോശമാണ് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല മനസ്സിൽ ഇങ്ങനത്തെ ഇതൊന്നും വഴങ്ങാത്ത ആൾക്കാർ കുറവാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഇതെല്ലാം ഉള്ളവരാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താണ്ടും കാര്യങ്ങൾ പുറത്ത് പറയാത്തോണ്ട് കൂടുതൽ ഈ ഇന്നസെന്റ് നടിമാര് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഉള്ള കാര്യം തുറന്നു പറയണം. അതേ സൊല്യൂഷനുള്ളൂ. അത് അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ലൈഫ് ടെറ്റ് മറ്റല്ല. ഇതിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ എന്താണ് ജനറലായിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഒരാളുടെ പേരും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു കൂടുതലായിട്ടൊരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കരുത് എന്നുള്ളതുകൊണ്ടായിരുന്നെങ്കിലോ. പ്രശ്നങ്ങൾ ഒരു ശുദ്ധീകരണം നടക്കട്ടെ, എന്താ ഇങ്ങനത്തെ ഈ ജനുവിൻ ആൾക്കാർ വരട്ടെ. ഇതിപ്പോൾ കഴിവും ഉള്ളവർക്കൊന്നും നല്ല ചാൻസ് കിട്ടുന്നത്. ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നവർ ഇവർക്കൊക്കെയാണ് പൊങ്ങി വരുന്നത്. അവർ കഴിവ് വെച്ചല്ല വരുന്നത്. ഈ അല്ലാത്തൊരു കാര്യം പറയാൻ, ഈ ഓട്ടോമാറ്റിക്കായിട്ടൊരു പെണ്ണെന്ന നിലയിൽ വരുമ്പോൾ മിക്കവരും ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യാറുണ്ട്. അങ്ങനെ അത് എപ്പോഴും വരുന്ന ഒരു കാര്യം. ഇപ്പൊ സിനിമയിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴാണ് കുറച്ചും കൂടി ക്യാരക്ടർ റോൾസ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. പണ്ട് മുതൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാമർ തിങ് ആയിട്ട് പലപ്പോഴും അത് ക്യാരക്ടർ റോൾ കിട്ടുന്നത് മിക്കപ്പോഴും കുറവാണ്. അപ്പോ അങ്ങനെ അതും പറയുന്നത് നല്ല നിങ്ങളുടെ ചോയ്സാണ്. ഊർവശി മാഡം, ഹിന്ദിയിൽ എഴുതിയ ശ്രീദേവി, മാധുരി ദീക്ഷിത്, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ സെലക്ട് ചെയ്യണം. മഞ്ജു വാര്യർ, എത്ര പേരുണ്ടാ. പക്ഷെ റോള് കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല, അതിൽ കിട്ടും. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഈ ഗ്ലാമറസ് റോളിൽ വരുന്നോണ്ട് ഗ്ലാമറസ് റോൾ ചെയ്യുന്ന കൂടുതൽ കാശ് ഇട്ടാൻ വേണ്ടിയാണ്. ഐറ്റം ഡാൻസ് അതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഇത് കൂടുതൽ കാശ് ഇട്ടാൻ വേണ്ടി വരണം.
പക്ഷെ അങ്ങനെയുള്ളവരെയും പലപ്പോഴും പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പൊ ഈ സിനിമ ആൾക്കാർ കളിയാക്കും. പക്ഷെ അവർ ബേസിക്കലി നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച നല്ല സ്ത്രീയാണ്. അവർ ഒരു നിവൃത്തിയില്ലാതെയാണ് ഇങ്ങനെ ചെയ്തത്. അവർ നല്ലൊരാളെ, അത് മാത്രമല്ല അവർ അവസാനം ഒരു ഡോക്ടർ പറഞ്ഞ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചാൽ അവരെ ചൂഷണം ചെയ്തു. ഇപ്പോൾ സ്ത്രീവിദ്യയാണ് മാഡം, അവരെ ഒരുപാട് പേര് ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ത്രീയെ, അങ്ങനെ ഒരുപാട് കേസുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് അതാണ്. ഇപ്പം ഈ ഗ്ലാമറസ് റോള് ചെയ്യുന്ന ഒരു നടിക്ക് ഈ സിനിമയിൽ വരുന്നതല്ലാണ്ട് അല്ലാതെ പുറത്ത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും പോലും ഒരു എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, പല ബാഡ് കമൻസും അങ്ങനെ ഇട്ടിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ നടിമാർക്ക് ഈ സിനിമ ലോകത്ത് നിന്ന് മാത്രമല്ലല്ലോ അങ്ങനെ കിട്ടുന്നത്, അല്ലാതെ പുറത്തൊന്നും കിട്ടുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു ഭംഗിയുള്ള പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റി ചെയ്യുന്നതല്ലേ ഈ പൂവാലന്മാർ, അല്ലെങ്കിൽ അത് എല്ലായിടത്തും ഉള്ളതാണ്. അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ പല ആക്ട്രസ്മാരും പറഞ്ഞിട്ടല്ലോ, പല നടന്മാരും ക്രഷ് ഉണ്ട്, അത് പറയുന്ന കാര്യമാണല്ലോ. അത് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. പല നടിമാരും പറയാറുണ്ട് നടന്മാരുടെ ക്രഷ് ഉണ്ട്. സ്ത്രീകളുടെ മാത്രമല്ല, പൃഥ്വിരാജ് എന്തോ ഒരിക്കൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്തോ കുറച്ച് ബോഡി മോളത്ത് ഭാഗം കാണിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. അതേപോലെ എത്ര നടിമാരും ബിക്കിനി ഫോട്ടോഷൂട്ടെല്ലാം എന്താ കാണിക്കുന്നത്, ഇതല്ലേ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, പലപ്പോഴും ചിലവരിങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഈ സിനിമത്തെ നടിമാർക്ക് നല്ല നല്ല റോൾസ് ഇപ്പോഴത്തെ വരുന്ന മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റിന് ആവശ്യത്തിന് അങ്ങനെ റോൾസ് വെക്കുന്നതാണോ, അതോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഇപ്പോൾ വിമൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത്? ഉള്ളൂരിക്കോട് മൂവിയിലുള്ള പാർവതി തിരുവോത്ത് ഉർവശി എന്തായിട്ട് അഭിനയിച്ചത് ഡിപെൻഡ്സ് ഓൺ ഫിലിം മേക്കർ. അപ്പോൾ കങ്കണ റണോട്ട് പറഞ്ഞു കാൻ ഫിലിമിൽ അഭിനയിക്കാത്ത കാരണം അവിടെ 2 സീനും സ്ത്രീ ഇപ്പൊ ഭയങ്കര സൂപ്പർ സ്റ്റാർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെ റോള് വളരെ ചെറുതാണ്. അത് ഞാൻ പറഞ്ഞത്, പ്ലേസ് ചെയ്യണം, വിമൻ എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട, ക്രിയേറ്റീവ് വർക്കാണ്. സിനിമ ഡിമാൻഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ ആണ് ഇതിപ്പോ പല ആൾക്കാർ ഒരു താരത്തിന്റെ പേര് പറഞ്ഞ നേരത്തെ ഉണ്ടാക്കുക, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് അനുയോജ്യമായ ആൾക്കാർ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഇഷ്യൂസിനെ പറ്റിയിട്ട് പണ്ട് മുതൽ കുറേ നടന്മാർ വാൺ ചെയ്തായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ന്യൂസ് പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തിലകൻ സാർ ആണെങ്കിൽ അങ്ങനെ കുറച്ച് പേര് ഓൾറെഡി വാൺ ചെയ്തത്. അതുകൊണ്ടാണ് ഫുൾ സ്ത്രീപരമായ അങ്ങനത്തെ കാര്യമല്ല, വേറെ കുറെ അമ്മയിലെ പല പ്രശ്നങ്ങളും. അപ്പോൾ അന്നൊക്കെ ഒരു കാര്യം പറയാം, ഈ നടന്മാരെടുത്താൽ തന്നെ അതല്ല ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വളരെ 2 or 3 വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഇതിനുള്ള ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്, ആണുങ്ങളാണെങ്കിലും. ഇപ്പോൾ കോട്ടയം ശാന്താണ് പണ്ട് സ്ത്രീ അവരുടെ ഒരു ആത്മഹത്യ ചെയ്തപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ വലിയ നടന്മാരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. ഇപ്പൊ മലയാളം സിനിമയാണെങ്കിലും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ WCC വന്നുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന പണ്ട് പച്ചയായിട്ട് പറയും, ഇപ്പൊ അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. പണ്ട് ഇത് വളരെ മോശമായി. ഇപ്പൊ മലയാള സിനിമയാണെങ്കിൽ ഇപ്പൊ കുറച്ച് അപ്കമ്മിങ് ആയിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടാണെങ്കിലും അത് നെഗറ്റീവായിട്ട് മൊത്തത്തിൽ മലയാള സിനിമയെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്. ഇപ്പോൾ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ജയിലിലാവുക, ഇങ്ങനെ വളരെയധികം കഴിവുള്ള ആൾക്കാരെല്ലാം ഇതിൽ പെട്ടുപോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. അതെ, അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലം ഉണ്ട്. വളരെ കഴിവുള്ള നടന്മാരും നടിമാരെല്ലാം ഭയങ്കര ടാലന്റഡ് ആൾക്കാർക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം അതൊന്നും അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ആ രീതിയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, എഫക്റ്റ്. കാരണം വലിയ വലിയ നടിമാരെല്ലാം ഇതിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ താങ്കളുടെ ഒരു ഇതുകൊണ്ട് അത് ഇങ്ങനത്തെ ആൾക്കാർ പുറത്ത് പേര് പറയണം, അതിന്റെ ആവശ്യമുണ്ട്, എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം എന്ന് ആണോ? പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പണിഷ്മെന്റും കിട്ടണം. കാരണം പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസിക കേസ് കൊടുക്കാൻ പറ്റും, തെളിവോട് പറയാം, അല്ലെങ്കിൽ മാനസിക കേസ് കൊടുക്കാം അവർക്ക്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവര് കേസ് കൊണ്ട് വരികയാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുക്കാനും ചെയ്യണം, നിയമപരമായി ഡീൽ ചെയ്യണം. അല്ലാതെ വെറുതെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കാം.
അല്ല ഇപ്പൊ ഹേമ കമ്മിറ്റിയിലാണെങ്കിൽ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലല്ലോ ആ ഒരു റിപ്പോർട്ടില്. അപ്പൊ റൈറ്റ് ഇൻഫർമേഷൻ ആയിട്ടുള്ള അയച്ച കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെയുള്ള ഒരു രീതി കൊണ്ട് നമ്മള് ഇതും ആരൊക്കെയാണ് ആ പേരുകൾ അത് അവര് വെളിപ്പെടുത്തേണ്ട. ഇപ്പൊ പുറത്ത് വെളിപ്പെടുത്തുകയും ചെയ്യണം, അതിനനുസരിച്ചുള്ള ഇത് എടുക്കണം, പണിഷ്മെന്റും നിയമ നടപടി എടുക്കണം. അല്ലാതെ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഇവിടെ ഉണ്ടെന്നും ഈ ആരൊക്കെയാണ് വ്യക്തികളും നമുക്കറിയാം. പക്ഷെ ഇതെല്ലാം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, പക്ഷെ വ്യക്തികളുടെ പേര് പറഞ്ഞില്ല. സ്വകാര്യതയാണ്, അതായത് നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. അതിന്റെ പിന്നിലുള്ള സിനിമാക്കാരുടെ തന്നെ പൊളിറ്റിക്കൽ പ്രഷർ മറ്റെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര ഡിലേ വന്നു? എത്ര നാളായി? ആളുകളുടെ ടാക്സ് കൊണ്ടുള്ള കാശ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാം കറപ്റ്റാണ്, പോലീസ് എല്ലാം കറപ്റ്റാണ്. ആ കറപ്റ്റ് ആയതുകൊണ്ടാണ് സത്യം പുറത്തു വരാത്തത്. ഇവിടുത്തെ നിയമങ്ങളെ ഈ അഡ്വക്കേറ്റ്സ് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാം. പ്രൈവസിയുടെ സ്വകാര്യയുടെ പേരിലാണ് ഇത് പലതും പറയാതിരിക്കുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, ഈ ഇരയുടെ സ്വകാര്യത പറയണ്ട, വേട്ടക്കാരുടെ സ്വകാര്യത നോക്കേണ്ട ആവശ്യം എന്താണ്? ഇരയുടെ ഇത് പറയണ്ട, പക്ഷെ വേട്ടക്കാരുടെ എന്തിനാ അവിടെ ഇത് നോക്കണ്ട, പ്രൈവസി നോക്കേണ്ടതിനാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇത് ഒരു MP ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പേടിക്കാവുന്നില്ല, അവർ മുഴുവൻ ചെക്കില്ല. ഒരുപാട് കളി കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയെങ്കിലും തുടങ്ങാനും ഇത്ര വരാനും കാരണം WCC കാരണം. അല്ല ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രി ആണല്ലോ. വേറെ കാര്യമാണ്, പണ്ടത്തെ നടിമാർക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് വരാൻ പറ്റില്ല, കാരണം അവർക്ക് നിവൃത്തിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, അവർക്ക് വേറെ ഇല്ല. പക്ഷെ ഇപ്പൊ ഈ WCCയിലെ ആൾക്കാർ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, അവർക്ക് ഇതില്ലെങ്കിലും വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പൊ ഈ സിനിമ ഇപ്പൊ ഇവരിങ്ങനെ പലരും പേടിക്കാനില്ല അങ്ങനത്തെ രീതിയിൽ പറയുന്നത് ഈ ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡ് ആണല്ലോ. അപ്പൊ അത് നന്നായിട്ട് മാത്രമല്ല, മെസ്സേജ് കൊടുക്കുക, സമൂഹത്തിന് ചേഞ്ച്, അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിനോദം മാത്രമല്ല, സമൂഹത്തിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും എന്റർടൈൻമെന്റ് കാണുന്നു, എസ്പെഷ്യലി യൂത്ത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കാതിരിക്കാനും ഒരു പാനിക് എന്നൊരു സിറ്റുവേഷൻ വരാതിരിക്കാനാണെങ്കിലും അത് ശരിയല്ലോ, സത്യം പുറത്ത് വരണല്ലോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കോഴിവാദം വന്നപ്പോ ക്രിക്കറ്റിനെ ബാധിച്ചില്ലേ? അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, സത്യം തന്നെ പുറത്ത് വരണം. പിന്നെ പറഞ്ഞ പോയിന്റാണ്, വലിയ വലിയ നടന്മാരും കലാകാരന്മാരെല്ലാം ഇതിൽ പെടണം. അപ്പൊ അവരെല്ലാവരും ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ബാധിക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഏറ്റവും കഴിവുള്ള നടന്മാരെല്ലാം ഇങ്ങനെയാണ്, ഭയങ്കര ടാലന്റ് ഉള്ള നടന്മാരും എല്ലാം ഇങ്ങനെ ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രി നോക്കിയാലും നമ്മുടെ മലയാള സിനിമയിലാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ ആണെങ്കിലും മലയാള സിനിമ ഓരോരോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുതിയ ജനറേഷനിൽ ഇത്ര പ്രശ്നമില്ല. പുതിയ ജനറേഷൻ പിള്ളേർ ഇത്ര മോശമല്ലേ, പഴയ ജനറേഷനിലാണ് പ്രശ്നം വരുന്നത്. പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഇത്ര പ്രശ്നമില്ല. അവർ പക്ഷേ ഡ്രഗ്സിലുണ്ട്, ഡ്രഗ്സ് മറ്റിലാണ്, സ്ത്രീ വിഷയം അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. പഴയ ജനറേഷനാണ് കൂടുതലുള്ളത്. ഇപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും മാത്രമല്ല എവിടെയാണെങ്കിലും എല്ലായിടത്തും നോക്കിയാലും ഇപ്പൊ അല്ലാതെ ഈ ഒരു ഇതല്ലാണ്ട് നമ്മുടെ ഈ അടുത്ത് തന്നെ ഒരു കേസൊക്കെ വന്നായിരുന്നല്ലോ. അപ്പൊ എല്ലായിടത്തും നോക്കുമ്പോഴും മെയിൻ ആയിട്ട് വരുന്നത് തന്നെ ഈ സ്ത്രീകളുടെ എതിരെയുള്ള ചൂഷണമെല്ലാം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ചില സ്ത്രീകൾ നിയമങ്ങൾ മിസ്യൂസും ചെയ്യുന്നുണ്ട്. അതൊക്കെ പക്ഷെ ഒരു പാട്ട് നോക്കിയാലും മിസ്യൂസ് അല്ലാണ്ട് ഒരു പാട്ട് നോക്കിയാലും എന്തുകൊണ്ട് ഈ നിയമം വന്നു വരാൻ കാരണം ഇങ്ങനെ ഉണ്ടായോണ്ടാ. അപ്പോ ഈ ഒരു ചൂഷണം നേരിടുന്ന എല്ലാവർക്കും ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലാതെ ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്ക് എന്ത് സൊല്യൂഷൻ ആണ് കൊടുക്കാൻ പറ്റുക? സൊല്യൂഷൻ പറഞ്ഞാൽ ഇവർക്ക് ഇതിപ്പോ ചിലർക്ക് ഇതെല്ലാം സയന്റിഫിക്കായിട്ട് എടുത്തിരുന്ന ഹോർമോണിലാണ്. ചിലർക്ക് ഒട്ടും ഉണ്ടാവില്ല, ചിലർക്ക് ആവശ്യത്തിലായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഹോർമോൺ ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ആണുങ്ങൾക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കുക. പക്ഷേ ഹോർമോണിനേക്കാൾ ഒരു മെന്റൽ അല്ലെങ്കിൽ അവര് അരാജകത്തിലേക്ക് എന്തായാലും പോകും. കാരണം അവര് കുറ്റപ്പെടുത്തി കാര്യമില്ല, അവരുടെ വീക്ക്നെസ് ആണത്. അവര് നമ്മളെ പല രീതിയിൽ കളിയാക്കും. അതായത് അവർ വീക്ക്നെസ്, ഹോമോസെക്ഷ്വാലിറ്റി പോലെ ഒരു വീക്ക്നെസ് ഹോർമോണിൽ ഇതാണ്. അതിപ്പോൾ റിലീജിയൻ വെച്ചാൽ നമ്മൾ ഇതേപോലെ അവർ എനിക്കറിയില്ല ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്നാലും അവരാണ് ഈ വുമണൈസേഴ്സും ഇങ്ങനെ ഇത് കോഴി എന്ന് പറയുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. പക്ഷെ നമ്മുടെ സമൂഹം ഇവർക്ക് കഴുപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗികളാണ്, കോഴികളാ പറയും. പക്ഷെ അത് അവരുടെ ഒരു ഹോർമോണൽ പ്രോബ്ലം ആണ്. അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഏറ്റവും നല്ലത്.
അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവർ കല്യാണം കഴിക്കാൻ അങ്ങനെ വഴിക്ക് പോകുന്നത്. അല്ല, അങ്ങനത്തെ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒരാളെ കാണുമ്പോൾ നമുക്കറിയാലോ, ഓരോ വ്യക്തികൾക്ക് അറിയാലോ. അവർക്ക് സ്വന്തമായി അറിയുമ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ ഒരു ഇതില്ലാത്തൊരു സിറ്റുവേഷൻ കൊണ്ടല്ല അവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമുക്കറിയാലോ എങ്ങനെ ആവശ്യമാണോ കൂടുതലാണോ നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ ഇതൊരു വീക്ക്നെസ് ആണോ എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സയന്റിഫിക് രീതിയിൽ ഡീൽ ചെയ്യണം. അല്ലാതെ വെറുതെ പണിഷ്മെന്റ് മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം? അത് അവരുടെ വീക്ക്നെസ് അല്ല. അത് ഈ ഹോമോസെക്ഷൽ ആൾക്കാർ ഇൽ ട്രീറ്റ് ചെയ്യുന്നത് ശരിയാണോ? അത് അവരുടെ ഇതാണ്. അപ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിൽ കാണണം. അല്ലാതെ ഈ റിലീജിയൻ വൈസ് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം ഞാനൊരു ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ അടുത്തൊരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു റേപ്പ് കേസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ ചൂഷണം, നോർത്ത് ലൈക്ക് അപ്പൊ ഈ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ നിയമം നിർഭയ കേസിന് ശേഷം വന്നതാണ്. അത് ഏറ്റവും പ്രാവർത്തികമാവുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. കാരണം അവിടെ പല വില്ലേജുകളിലും വിദ്യാഭ്യാസം ഇല്ല, സിവിലൈസ്ഡ് അല്ല, ഒരു മൃഗങ്ങളെ പോലെയാണ് ജീവിക്കണം. പക്ഷെ ഇവിടെ കേരളത്തിലും ഇവിടെ വരുമ്പോൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അവരിൽ നല്ല ശതമാനം ആൾക്കാർ ആ നിയമം മിസ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രശ്നം വരുന്നത്. അത് ഈ ഇന്ത്യ എത്ര വലിയ കൺട്രി ആയതുകൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലാണ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഈ നിയമം. ഇവിടെ അല്ല. ഇവിടെ ഒരുപാട് ദുരുപയോഗപ്പെടുന്നുണ്ട് ഈ നിയമം. പല ആൾക്കാർ ഇവരിപ്പോൾ മ്യൂച്വൽ കൺസെന്റിലെല്ലാം നടന്ന ശേഷം മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ നടക്കണം. ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാനോ ഗേൾ ഫ്രണ്ട് വെക്കാനോ ലിവിങ് ടൂതറോ എല്ലാം പ്രശ്നമാണ്. കാരണം ഇവര് മാറ്റി പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് സൈഡിലും ഇതിപ്പോ ഫെമിനിസ്റ്റ് സൗണ്ട്സ് അല്ല. പണ്ട് ആണുങ്ങൾക്ക് ഇതുണ്ടായിരുന്നപ്പോൾ ആണുങ്ങൾ മിസ്യൂസ് ചെയ്തു. പെണ്ണുങ്ങൾ ഒരുപാട് ഇൽട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നിയമങ്ങൾ അനുകൂലമായപ്പോൾ അവർ ആർക്കാണ് പവർ കിട്ടുന്നത് അവരാണ് മിസ്യൂസ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്ക് റൈറ്റ്സ് അനുകൂലമായപ്പോൾ അവർ എല്ലാവരും അല്ല, ജെന്യൂൻ കേസ് ഉണ്ട്, പക്ഷെ കുറെ കേസിലുള്ള ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കാണ് പവർ കിട്ടുന്ന റൈറ്റ് കിട്ടുന്നത് അവരാണ് മിസ്യൂസ് ചെയ്യുന്നത്. അവിടെ ഫെമിനിസ്റ്റോ സോവനിസ്റ്റോ ഒന്നുമില്ല. അപ്പൊ ഈ ഇപ്പൊ പെണ്ണുങ്ങളുടെ ജനറലി പെണ്ണുങ്ങളെക്കാട്ടി ഇതിൽ കുറച്ച് വികാരം ഇത് കൂടുതൽ ആണുങ്ങൾക്കാണ്. ഇപ്പൊ ഈ പെണ്ണുങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു കമ്മിറ്റിയിൽ റിപ്പോർട്ട് വന്നു. അതേപോലെ ഇനി ആണുങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ ആണുങ്ങളെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. ആണുങ്ങൾ ഒന്നുമില്ല ഫിസിക്കലി സ്ട്രോങ് ആണ്. അവർക്ക് ആണുങ്ങൾ എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ അനുഭവിക്കുന്ന മാനസിക പീഡനമാവും. ശാരീരിക പീഡനം ലൈംഗിക പീഡനം അല്ല പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ ചിലപ്പോൾ മാനസിക പീഡനമായിരിക്കും. ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഉണ്ടാവും. അല്ലാതെ അവർക്ക് ലൈംഗിക പീഡനവും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല, അത് കുറവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവർ തന്നെയാണ്. ഇപ്പം എല്ലാം മാറി വരികയാണ്. അപ്പൊ സന്തോഷം പറഞ്ഞ പോലെ തന്നെ ഇതാണ് മതപരം റിലീജിയസ് അല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ഇപ്പൊ ബൈബിളിലെല്ലാം പറയേണ്ടി ഹോമോസെക്ഷൽ ആൾക്കാരെ ദൈവം കൊന്നുകളഞ്ഞു. ഈ ഹോമോസെക്ഷൽ ആൾക്കാരെ കുറ്റപ്പെട്ടില്ല. ഇവിടുത്തെ സ്ഥലത്ത് ഭയങ്കര ഇൽട്രീറ്റ്മെന്റ്. വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര പ്രൊമോഷനാണ്. ഇത് രണ്ടും അല്ല വേണ്ടത്. പ്രൊമോഷനും അല്ല, ഇൽ ട്രീറ്റ്മെന്റും അല്ല. എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷൽ കുറച്ച് ഒരു നോർമലായിട്ട് തോന്നുന്നില്ല. അവരെ ഹെറ്ററോസെക്ഷൽ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതും ഒരു അവരെ ഇൽ ട്രീറ്റ് ചെയ്യരുത്, പക്ഷെ അത് നോർമലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ ഹെറ്ററോസെക്ഷൽ ആക്കി മാറ്റുന്നത് നല്ലത്. അപ്പൊ ഇതും ഹോമോസെക്ഷുവാലിറ്റി ഇപ്പൊ പലരും പറയുന്നുണ്ട്. ഇപ്പൊ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഹോമോസെക്ഷൽ കുഴപ്പമാണ്. ഇവര് കല്യാണം കഴിച്ച് പിള്ളേരെ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ജെൻഡർ മാത്രമേ ഉണ്ടാവില്ല, ഫാദർ മാത്രം അല്ലെങ്കിൽ മദർ മാത്രം, മറ്റേ ആളുണ്ടാവില്ല. ഇവർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഹെറ്ററോസെക്ഷാലിറ്റിയാണ്. കാരണം റിലീജിയനിൽ തന്നെ എന്തുകൊണ്ട് ഹോമോസെക്ഷൽ ഇലവില്ല? കാരണം അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ വരില്ല. ശരിക്ക് ഇവരിപ്പോ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ ശരിക്കും അത് വെസ്റ്റേൺ കൺട്രീസിൽ വേറെ എക്സ്ട്രീമാണ്, ഭയങ്കരമായിട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും അല്ല വേണ്ടത്. ഒരു ടാലി ആയിട്ട് കൊണ്ടുപോകണം. ടാലി ആണ് ഇവര് ഇൽട്രീറ്റ് ചെയ്യരുത്, ഇവര് ഹെറ്ററോസെക്ഷൽ അങ്ങനെ ഇതിലേക്ക് മാറ്റുക. അങ്ങനെ രീതിയിലോട്ട് ഇതെല്ലാം ഹോർമോണൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ എടുക്കണം. റിലീജിയസ് ആകുമ്പോഴാണ് ഇവരെ കൊന്നുകളയാണ്, ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണം. അത് വളരെ ശാസ്ത്രീയമായി യുക്തിപൂർവ്വം ഡീൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹോമോസെക്ഷൽ ആളെ ശരിക്കും സമൂഹം അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവരെ ഇൽട്രീറ്റ് ചെയ്യരുത്, പക്ഷെ അവർ ഹെറ്ററോസെക്ഷലാക്കി മാറ്റണം. ഇതിപ്പോൾ വെസ്റ്റ് കാനഡ അവിടെ ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. പീഡോഫൈൽ ഒരു തരത്തിലുള്ള മാനസിക രോഗമാണ്. അപ്പൊ ഈ LGBTQ എന്ന് പറയുന്നതും ഒരു മാനസിക രോഗമാണ്. LGBT പറഞ്ഞ മാനസിക രോഗമല്ല, അത് ഹോർമോണലാണ്. പക്ഷേ ഈ പീഡോഫൈൽ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ചെറിയ പിള്ളേരാ, അത് ഒന്നെങ്കിൽ അവർ ഡ്രഗ്സ് ആൽക്കഹോൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ അതൊരു അബ്നോർമാലിറ്റിയാണ്. ഈ പല ക്രിമിനൽസ് പറഞ്ഞ ആൾക്കാർ തന്നെ അബ്നോർമലാണ്.
അവരെ ഈ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, അവർക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത്. കാരണം ക്രിമിനൽസ് പറഞ്ഞ ആൾക്കാർ നോർമൽ ആൾക്കാരല്ല. ഒരു നോർമൽ ആൾക്ക് ഒരാൾ കൊല്ലാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ഈ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് പല പാരൻസും അതിനെപ്പറ്റി അറിയാണ്ട് ചെന്ന് പിള്ളേർക്ക് അങ്ങനെ ഒരു മെന്റൽ ഇൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അത് ശരിക്കും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? റൈറ്റ് ടൈമിൽ കൊടുക്കണം. എഡ്യൂക്കേഷൻ സംഭവം റൈറ്റ് ടൈമിൽ കൊടുക്കണം. അതിന്റെ കുഴപ്പമാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിലും ആ ഒരു സെക്സ് നമ്മൾ ഇന്ത്യ റിലീജിയസ് വളരെ റിലീജിയനാണ്, അതുകൊണ്ടാണ്. പുറത്തൊന്നും അങ്ങനെയല്ല. പക്ഷെ അവര് ഇതിന്റെ എല്ലാവരും മിഡിൽ പാത്തിൽ പോകണം, ഒരു ഇതിലൂടെ പോകണം. ശാസ്ത്രീയമായ രീതിയിൽ കാണണം. നമ്മൾ പലപ്പോഴും അല്ല, നമ്മൾ റിലീജിയൻ വരുമ്പോൾ അവിടെ ശാസ്ത്രമില്ല, ഒന്നുമില്ല. ശാസ്ത്രീയമായി കണ്ടു കഴിഞ്ഞ പ്രശ്നം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ഹോർമോണിൽ അങ്ങനത്തെ ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ശാസ്ത്രീയമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം സൊല്യൂഷൻ. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ കാണാൻ ഇത് മതങ്ങളുടെ ഡോമിനേഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മതങ്ങളിൽ ഇതെല്ലാം പാപമാണ്, ഇതെല്ലാം പറയും. എന്തുകൊണ്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്താൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാം. ശാസ്ത്രീയപരമായി യുക്തിപരമായി ചെയ്തതാണ്. ഒരുപാട് നിയമങ്ങളിൽ ഒരുപാട് ചേഞ്ച് ചെയ്യാണ്ട്, ഒരുപാട് ഫോൾട്ടുകളുണ്ട്. പല ആൾക്കാരും കാര്യങ്ങൾ ചിന്തിക്കുകയോ വിശകലനം ചെയ്യണോ ഇല്ല. അപ്പോൾ സന്തോഷേട്ടൻ എങ്ങനെയാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ശാസ്ത്രീയപരമായിട്ടാണ് ചിന്തിക്കാറ്? ഞാൻ അറിയില്ലാണ്, സയന്റിഫിക് ആയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഈ റിലീജിയൻ നല്ലതാണ്. റിലീജിയൻ ഇപ്പോൾ റിലീജിയൻ ഒരുപാട് നല്ല കാര്യമാണ്. കാർൽ മാർക്സ് പറഞ്ഞത്. പക്ഷെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുണ്ട്. ഈ റീസണിങ് ഇല്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെയാണ് ഇപ്പോൾ സോക്രട്ടീസിനെ കൊന്നത്, അല്ലെങ്കിൽ ബ്രൂണോയെ കൊന്നത്, ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആക്കിയത്. അപ്പോൾ കാർൽ മാർക്സ് പറഞ്ഞതാണ് റിലീജിയൻ നല്ലതാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം, അതിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് വരുമ്പോൾ ആൾക്കാരെ ഇവിടെ കൊന്നുകളയും. ഇന്ത്യയിലെ മിക്ക ആൾക്കാർക്കും അതൊരു ബ്ലൈൻഡ് ഫെയ്ത്ത്. ഇന്ത്യ റിലീജിയസ് കൺട്രിയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും കാരണം അതാണ്. പക്ഷേ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. ഇവിടെ റിലീജിയൻ അതിൻ്റെതായ ഗുണമുണ്ട്, പല മോറൽ വാല്യൂസ് പറയുന്നുണ്ട്. പക്ഷെ ആ മോറൽ വാല്യൂസ് ഒന്നും ആരും കീപ്പ് ചെയ്യുന്നില്ല. ഇവിടെ അല്ല, പലരും പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യം, എനിക്ക് അത് വേണം ഇത് വേണം, അത് സ്വാർത്ഥൻ്റെയും ബിസിനസ്സാണ്. പക്ഷേ ഈ ഭഗവത്ഗീത ആയാലും ഖുറാനായാലും ബൈബിളായാലും ഇവിടെ എല്ലാം പറയുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതാരും പാലിക്കാറില്ല. ഇപ്പോൾ ഞാൻ തന്നെ ക്രിസ്ത്യനാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും വലിയ ഫോർഗീവ്നെസ്, ക്ഷമിക്കുക എന്ന് പറയും. പക്ഷേ ഒരു ക്രിസ്ത്യാനി ഫോർഗീവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് വെറുതെ ഒരു ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്ന ആ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതാരും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് സെക്യുലർ കൺട്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്. ഇന്ദിരാഗാന്ധിയാണ് അത് കൊണ്ടുവന്നത്. ഒന്നെങ്കിൽ ഒരു റിലീജിയനും പാടില്ല, ഇല്ലെങ്കിൽ എല്ലാ റിലീജിയനും നല്ലയിടത്ത് പുതിയ റിലീജിയൻ ഉണ്ടാക്കണം. അതെ ഞാൻ പറഞ്ഞു, ഈ സെക്യുലർ കൺട്രി ആണെന്ന് പറയാറുണ്ട് എപ്പോഴും ഇന്ത്യ. പക്ഷെ പലപ്പോഴും ആ സെക്യുലറിസം ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവനിപ്പോൾ ശബരിമല ഇഷ്യൂ തന്നെ ഈ ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ അങ്ങനെ മാറ്റുകയാണെങ്കിൽ എല്ലാ പള്ളിയിലും അമ്പലത്തിലും എല്ലാം മാറ്റണം. അത് പ്രായോഗികമല്ല. അപ്പോൾ ആ സെക്യുലർ കണ്ട് അവർ വിശ്വാസത്തോടെ ജീവിക്കട്ടെ, അതല്ലേ ഇന്ത്യ. ഇന്ത്യയിൽ പല കൾച്ചറും പല റിലീജിയനും ഉണ്ടല്ലോ. ആ രീതിയിൽ ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലെ പല കൺട്രീസിൽ റിലീജിയൻ ഇല്ലാതെ പറയും. പക്ഷെ അവിടെ അവരുടേതായ പ്രശ്നമുണ്ട്. എല്ലായിടത്തും പ്രശ്നമുണ്ട്. യൂറോപ്പിൽ അവിടെ ഡിപ്രഷനുണ്ട്, ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം വേണം, എല്ലാത്തിനും മിക്സാണ്. റിലീജിയനും വേണം, സയൻസ് മാത്രമേ പറയും. ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ സയന്റിഫിക് മാത്രമേ ഉള്ളൂ. റിലീജിയനും വേണം. റിലീജിയൻ എത്ര നല്ല കാര്യങ്ങൾ പറയുന്നു, എല്ലാ റിലീജിയനും പറയുന്ന നല്ല കാര്യങ്ങളല്ല. മോറൽ വാല്യൂസ് അല്ലെങ്കിൽ റിലീജിയൻ തന്നെ വേണം. ഇപ്പം റിലീജിയൻ വേണ്ട, പക്ഷെ ദൈവമാണ് വേണ്ടത്. കാരണം റിലീജിയൻ വേണ്ട മനുഷ്യനുണ്ടാക്കിയതാണ്, കുറേ മനുഷ്യനുണ്ടാക്കിയതാണ്. പുരോഹിതന്മാർക്ക് ആശിട്ടാൻ വേണ്ടി മറ്റുണ്ടാക്കിയതാണ്. ഇല്ല, ദൈവം സംഭവം വേണം. കാരണം ഞാൻ തന്നെ 3 മണി സിനിമയുടെ പേര് പറഞ്ഞില്ലേ, പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചട്ടൻ. അല്ലെങ്കിൽ പിന്നെ എന്ത് നിരന്തരം ഏറ്റവും കൂടുതൽ മോശം ചെയ്യുന്ന ആൾക്കാരായിരിക്കും നന്നായി വരുന്നത്, പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദൈവം കോൺസെപ്റ്റ് വേണം, പക്ഷെ റിലീജിയൻ്റെ ആവശ്യമില്ല. കാരണം റിലീജിയൻ മനുഷ്യനുണ്ടാക്കിയതാണ്, അത് പുരോഹിതന്മാർക്ക് ആശിട്ടാൻ വേണ്ടി മറ്റും ചെയ്തതാണ്. പക്ഷെ ദൈവം സംഭവം വേണം. അപ്പോൾ ഈ അടുത്ത് നടന്നതും ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ എല്ലാത്തിനും സൊല്യൂഷൻ അല്ല, കുറേ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാലേ സൊല്യൂഷൻ കണ്ടെത്തും. പലരും നമ്മൾ കള്ളു കുടിച്ചുകൊണ്ടോ ഒരു കോമഡി സിനിമ കണ്ടുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവില്ല. നമ്മുടെ യുക്തി പോയി. പക്ഷെ എന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത, അതാണ് സോൾവ് ആവട്ടെ. ഇതേ പറഞ്ഞ പോലെ ഇപ്പൊ ഈ നടക്കുന്ന എല്ലാവരും മിതത്വം പാലിക്കുക, എസ്റ്റിമേറ്റിലേക്ക് വായിക്കുക. സയൻസിന് വേണം സയൻസ് മാത്രം, അങ്ങനെ റിലീജിയൻ മാത്രം, അങ്ങനെ പോവാതെ ബുദ്ധിസ്റ്റെല്ലാം പറയുമ്പോൾ മിഡിൽ പാത്ത്, ഒരു എല്ലാം കൂടെ ഒരു ബാലൻസ് ചെയ്തിട്ട്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് എല്ലാവരും കൊണ്ടുവരുന്നതാണ് ഇപ്പൊ നമുക്ക് മെസ്സേജ് പോലെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വന്നാലാണ് ഇപ്പൊ ഈ പറയുന്ന മലയാള സിനിമയിലാണെങ്കിലും ആ ഒരു ബാലൻസ് വന്നാൽ ഈ പറയുന്ന ഇഷ്യൂകളൊക്കെ പകുതി കുറയും. പിന്നെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരും. മാർക്ക് മാത്രമല്ല, മാനസിക വളർച്ച മാർക്ക് മാത്രമല്ല, നല്ലൊരു വിദ്യാഭ്യാസ സിസ്റ്റം. ആൾക്കാർക്ക് ഒരു വളർച്ച, മാനസിക വളർച്ച വേണം. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും ഇങ്ങനത്തെ കുറെ സൊല്യൂഷൻസും കൊണ്ടുവന്നാൽ നല്ല മനസ്സിലാവുക. നമ്മള് കുറച്ച് ഈ മനുഷ്യത്വം സംഭവം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം ഉണ്ടാക്കി നല്ല എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ച് അങ്ങനെ ചെയ്യാം. അതന്നെ സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടായാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ തീരും. നല്ല എല്ലാവരും നല്ല മനസ്സിലായാൽ തന്നെ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു സെൽഫ് ഡെവലപ്മെന്റും സ്വയം മാറി ചിന്തിച്ചു കഴിഞ്ഞാലോ ഈ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. മനുഷ്യത്വം കാണിക്കുക, നമ്മളെ തമ്മിൽ സ്നേഹിക്കുക, അങ്ങനെ ഒരു മനുഷ്യത്വപരമായ കാര്യം വന്നാൽ തന്നെ സോൾവ് ആയി. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കിട്ടും, മനുഷ്യത്വം ഒക്കെ സെൽഫ് ഡെവലപ്പ് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. Okay.